ഹലോ ഗൈസ്, അങ്ങനെ സുനുമോള് 9th 10th പക്ഷെ അവൾക്ക് ആകെ കിട്ടിയ വെക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറും 1 വീക്കാണ്. ആ ടൈമിൽ ഞാൻ വിചാരിച്ചു ഫാമിലി ആയിട്ട് ചെറിയൊരു ട്രിപ്പ് പോകാന്ന്. അപ്പൊ ഞങ്ങൾ പ്ലാൻ ചെയ്തു നേരെ വർക്കലയിലേക്ക് പോകാന്ന്. അങ്ങനെ വർക്കലയിലെത്തി ഒരു അടിപൊളി റിസോർട്ടൊക്കെ ഓൾറെഡി ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫാമിലിക്ക് ഒരേ ഒരു നിർബന്ധമേ ഉള്ളൂ, നല്ലൊരു പൂളുള്ള റിസോർട്ട് വേണം ബുക്ക് ചെയ്യാനെന്നുള്ളത്. എബ്രു എത്തി ചെയ്തും വെള്ളത്തിൽ കളിക്കാൻ തുടങ്ങി. പിന്നെ അവന് ഒരേ നിർബന്ധം, ഞാനും കൂടെ ഇറങ്ങുന്നത്. അങ്ങനെ വലിച്ച് എന്നെ വെള്ളത്തിൽ ഞാനും കൂടെ നനഞ്ഞപ്പോ അവന് സമാധാനമായി. മാസ് എൻട്രി ആയി സോനും സുരും വന്നുണ്ട്. മാഷാഅല്ലാഹ്, ഉമ്മായി മോളും മന്നോക്കി സിസ്റ്റേഴ്സ് വന്ന പോലെ ഉണ്ട്. പിന്നെ അങ്ങോട്ട് പൊളി തുടങ്ങി മക്കളെ. പിന്നെ വൈബോടെ ഒരു രക്ഷയില്ല. അങ്ങനെ രാത്രി ആകും വരെ പൂളി തന്നെയായിരുന്നു. അതിനുശേഷം പിന്നെ എല്ലാവരും പോയി ഒന്ന് ഫ്രഷ് ആയി. പിന്നെ ഡിന്നർ കഴിക്കാൻ വേണ്ടി പുറത്തു പോകാമെന്ന് വിചാരിച്ചു. നേരെ വർക്കല ബീച്ചിന്റെ സൈഡിലേക്ക് പോയി. ബീച്ച് സൈഡിൽ തന്നെയുള്ള നല്ലൊരു കഫേയിലേക്ക് കയറി അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് എല്ലാം ഓർഡർ ചെയ്ത് എല്ലാവരും അവിടെ മ്യൂസിക് ഒക്കെ കേട്ട് നല്ല എൻജോയ് ചെയ്ത് ഫുഡൊക്കെ കഴിക്കായിരുന്നു. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, എനിക്ക് ഫാമിലി എന്ന് പറഞ്ഞാൽ മെയിനാണ്. അവരുടെ ഹാപ്പിനെസ്സിന് വേണ്ടി ഞാൻ എവിടെ വേണമെങ്കിലും ഞാൻ കൊണ്ടുപോകും. അതെനിക്ക് ഭയങ്കര നിർബന്ധമായിട്ടുള്ള കാര്യം. അവരുടെ സന്തോഷം അതാണ് മെയിൻ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് ഞങ്ങൾ റിസോർട്ടിലെത്തി. വർക്കല വിശേഷങ്ങൾ കഴിഞ്ഞിട്ടില്ല. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ ബൈ.